എല്ലാ മേഖലയിലും കേരളം തകർന്നു കിടക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരു മേഖല മെച്ചപ്പെട്ടു എന്ന് പറയാനില്ല. എല്ലാവരിലും നിരാശ. അന്ന് അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിഞ്ഞു പോയാൽ മതി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ. നമസ്കാരം. പിണറായി വിജയൻ കേരളത്തിലെ അവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. വീഡിയോ അല്പം പഴക്കമുള്ളതാണെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഇത് യോജിച്ചത് തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: എല്ലാ മേഖലയിലും കേരളം തകർന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖല മെച്ചപ്പെട്ടു എന്ന് പറയാനാകില്ല. എല്ലാവരിലും നിരാശ മാത്രമാണുള്ളത്. അധികാരത്തിലിരിക്കുന്ന സർക്കാർ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നതെന്നാണ് പിണറായി വിജയൻ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായും പിണറായി വിജയൻ പറഞ്ഞത് തന്നെയായിരിക്കും ഇന്ന് കേരളത്തിലെ ഓരോ ആളുകൾക്കും ഇപ്പോൾ പറയാനുള്ളത്. കാരണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതോടെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് മുഖ്യനായാലും മന്ത്രിമാരായാലും ഇപ്പോൾ പെരുമാറുന്നത്. അല്ലാതെ കിറ്റ് കൊടുത്ത് സഹതാപ തരംഗമുണ്ടാക്കി വീണ്ടും അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ ഇപ്പോൾ നടത്തുന്ന വാഗ്ദാനങ്ങളെല്ലാം വെറും വാഗ്ദാനങ്ങളായി മാത്രം തീരുകയാണ്. കൂടാതെ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലായിരുന്നു സർക്കാർ കൊടും ധൂർത്തുകൾ നടത്തിക്കൂട്ടിയത്. ചരിത്രത്തിലാദ്യമായി പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മുടങ്ങിയത് ഇടതു സർക്കാരിന്റെ ഭരണത്തിലാണ്. എന്തായാലും ആ പൊൻതൂവൽ കൂടി പിണറായി വിജയന്റെ കിരീടത്തിലിരിക്കും. പാർട്ടി പരിപാടിക്കും സർക്കാർ ആഘോഷങ്ങൾക്കും കാശുണ്ട്. എന്നാൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സർക്കാരിന്റെ പക്കൽ കാശില്ല എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന വിരോധാഭാസം. എന്തായാലും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ തെളിവ് തന്നെയാണ് ഇടത് സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഓരോ പരിപാടികളിലും എത്തുന്ന ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ മിക്ക പരിപാടികളിലും പ്രസംഗം കേൾക്കാനുള്ളത് ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ്. കാരണം ജനങ്ങൾ തന്നെ ഇടത് സർക്കാരിന്റെ പൊള്ളയായ വാക്കുകളിൽ നിന്ന് വിശ്വസിക്കുന്നില്ല. അതിനാൽ തന്നെ പിണറായി പറഞ്ഞതുപോലെ അധികാരത്തിലിരിക്കുന്ന സർക്കാർ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണമെന്ന് തന്നെയാണ് ഇന്ന് കേരളത്തിലെയും ജനത ആഗ്രഹിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.